ബിസിനസ് നമ്മൾ എന്തിനു ചെയ്യണം? എല്ലാവരും ബിസിനസ് രംഗത്തോട് വരണം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലാതെ നിങ്ങൾക്ക് ഡാഷ് നേടാൻ ബുദ്ധിമുട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പ്ലീസ് ഗിവ് എ ബിഗ് ക്ലാപ്പ്. നേടാൻ ബുദ്ധിമുട്ടാണ്. വെൽത്ത് ട്രയാങ്കിൾ പറയുന്നത് ലോകത്തില് 3 വഴികൾ കൊണ്ടേ നമുക്ക് റിച്ച് ആവാൻ പറ്റുള്ളൂ. നിധി കുഴിച്ചെടുക്കുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞു കേട്ടോ. നിധി കുഴിച്ചെടുക്കുന്ന ലോട്ടറി അടിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല, അതുമായിട്ട് ഈ ക്ലാസ് വരുന്നില്ല. ഞാൻ അല്ലാതെ നമുക്കിപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 വഴികളാണുള്ളത്. ഹൈ ഇൻകം സ്കിൽ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഗുഡ്. ഹൈ ഇൻകം സ്കില്ല്, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. വാറൻ ബഫറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതിൽ വരും പുള്ളി? ഇൻവെസ്റ്റ്മെന്റ്. ജെഫ് ബെസോസ് കേട്ടിട്ടുണ്ടോ? ഏതിൽ വരും? ബിസിനസ്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എങ്കിലും ബിസിനസ്സിലാണ്. എലോൺ മസ്ക്, അത് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ഉണ്ട്. ഹൈ ഇൻകം സ്കിൽ, it will help you to make money very, very fast. For example, teaching is a high income skill. Convert ചെയ്യാൻ അറിയാമെങ്കിൽ, സ്കൂൾ ടീച്ചർ അല്ല, കോച്ചിങ് ഇത് ഭയങ്കര ഹൈ ഇൻകം സ്കില്ലാണ്. എൻ്റെ 20 ലക്ഷം ഞാനൊരു കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടം മിനിറ്റ്സ് പറഞ്ഞു. അതിനകത്തൊന്നുമില്ല. അതിനകത്തുള്ള ഏറ്റവും താഴത്തെ കുട്ടിയാണ് ഞാൻ. അവിടെ കോടി കേട്ടാൻ കഴിയില്ല. നിതേഷ് കത്തേന്ന് കേട്ടോ? ഒരു മാസം 2.5 കോടിയാണ് വരുമാനം. ആഴ്ചയിൽ 1 മണിക്കൂർ MOD എടുക്കുന്നു. എൻ്റെ മെൻറ്ററാണ്, ഞാൻ ക്ലോസ് പരിചയമുണ്ട്. അതുപോലെ എൻ്റെ മെൻറ്റർ സിദ്ധാർത്ഥ് സാർ ആഴ്ചയിൽ 3 മണിക്കൂറാണ്, 2 കോടി 3 കോടിയൊക്കെയാണ് ഒരു മാസം വരുമാനം. അത് ചെയ്യണമെന്ന് പറയാം, അതൊരു ഹൈ ഇൻകം സ്കില്ലാണ്. ഇതുപോലെ വേറെ എന്ത് ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ കോച്ചിങ് പറഞ്ഞു, വേറെ എന്ത് പറയാൻ പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മൊബൈൽ റീചാർജ് ഹൈ ഇൻകം സ്കില്ലാണ്. ഇപ്പോൾ അത് ബിസിനസ് ആയിട്ട് പോലും എടുക്കാൻ പറ്റില്ല, അത് പോയി. അത് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്ന എന്താണ്? വീഡിയോ മാർക്കറ്റിംഗ് ഉണ്ട്. ഡിജിറ്റലിന്റെ എന്ത് സംഭവം നമ്മൾ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസ് ഡിജിറ്റൽ ഏജൻസി തുടങ്ങിയിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാകുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്, വീഡിയോ മാർക്കറ്റിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്, കോച്ചിങ് ഹൈ ഇൻകം സ്കില്ലാണ്, കോപ്പി റൈറ്റിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്, ക്ലോസിംഗ് ഹൈ ഇൻകം സ്കില്ലാണ്. ഹൈ ഇൻകം സ്കിൽസ് ഇൻ 2023 എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് 100 കണക്കിന് ലിസ്റ്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങളുടെ അഭിരുചിക്ക് സ്യൂട്ട് ആവുന്ന, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന എന്തെടുത്താലും അതിനെ നമുക്ക് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കോൺഫിഡൻസ് തരും. മനസ്സിലായി? ഒന്ന് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ തന്നെ ഒരു ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നല്ല വരുമാനം വന്ന് നമുക്ക് കുറച്ച് പൈസ മാറ്റി കുറച്ച് ലോങ് ടൈമിലേക്ക് മാറ്റി ഇടാൻ പറ്റിയാൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. കടം കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് പൈസ ഉണ്ടാകാം എന്ന് പറഞ്ഞ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നതൊക്കെ നമ്മൾ അത് നല്ല സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് വാറൻ ബഫറ്റ് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? സ്വർണം വാങ്ങുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഷെയർ ഉണ്ട്. ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഇപ്പം എൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, വേറെ കോച്ചസ് പഠിപ്പിക്കും ഇംഗ്ലീഷിലൊക്കെ. അത് ഞാൻ ബിസിനസ് മോഡലോട് ചെയ്യും. ഞാൻ മാത്രം ചെയ്യുമ്പോൾ അത് ഹൈ ഇൻകം സ്കില്ല് മാത്രമാണ്. ഞാൻ ഒരു പടയാളികളെ കൂടെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അത് ബിസിനസ്സായി. അത് കിട്ടുന്ന വരുമാനം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണി. ഇവിടെ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഇവിടെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഇവിടെ പൈസ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. പിടിക്കുക ഒന്നുകൂടെ പറയാം, ഇവിടെ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹൈ ഇൻകം സ്കില്ല് ആയിരിക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. സൈഡായിട്ട് പഠിക്കുക. ഇവിടെ മറ്റുള്ളവരെ സംഘടിപ്പിച്ചിട്ട് അവരെനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഇവിടെ പൈസ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു.